ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവദാസീദാസന്മാരും തിരുവചനം കേട്ട് അതിൻ്റെ മാർമരികമായ രഹസ്യങ്ങളെ ക്രിസ്തുവിൽ നിന്നും പ്രാപിച്ച് ഒരു നല്ല മണവാട്ടിയായി ഓരോ ദിവസവും ഒരുങ്ങുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഷയം, എന്തുകൊണ്ടാണ് വിശുദ്ധന്മാർ പലതിലും പരാജയപ്പെടാനുള്ള കാര്യം. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് കർത്താവ് ഒരിടത്തും പരാജയപ്പെട്ടിട്ടില്ല. തൻ്റെ മക്കൾ ഒരിടത്തും പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കുകയുമില്ല. എന്നാൽ എന്തുകൊണ്ടാണ് നാം പല ഇടങ്ങളിലും പരാജയപ്പെടാനുള്ള കാര്യം? പരാജയം ആർക്കും ഇഷ്ടമില്ല, എല്ലായിടത്തും വിജയമാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ആരാധിക്കുന്നവരാണെങ്കിലും ദൈവവുമായിട്ട് വലിയൊരു ബന്ധമുള്ളവരാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത്? പലപ്പോഴും നമ്മുടെ പരാജയത്തിൻ്റെ കാര്യം എന്ത് എന്ന് നമ്മൾ പലപ്പോഴും വിചിന്തനം ചെയ്യാറില്ല. അതുകൊണ്ട് ഈ പരാജയം ഒരു തുടർക്കഥയായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുകയാണ്. അത് നമ്മുടെ സഭയിൽ നിൽക്കുകയാണ്, അത് നമ്മുടെ തലമുറയിൽ നിൽക്കുകയാണ്. എന്നാൽ ഈ തിരുവചനത്തിൽ കൂടെ എനിക്ക് നിങ്ങളോട് ദൈവാത്മാവിൽ സംസാരിപ്പാൻ കർത്താവ് തന്ന ഒരു ചെറിയ സമയം, ചെറിയൊരു ദൂത് നിങ്ങളുടെ കരങ്ങളിൽ അത് ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ വിശ്വസ്തയോടുകൂടെ നമ്മുടെ പരാജയങ്ങളെ വിജയമാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ കാര്യം കണ്ടെത്തി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മൾ പരാജയപ്പെടേണ്ടവരല്ല, നമ്മുടെ കുടുംബജീവിതത്തിൽ പരാജയപ്പെടേണ്ടവരല്ല, നമ്മുടെ മിനിസ്ട്രിയിൽ നമ്മൾ പരാജയപ്പെടേണ്ടവരല്ല, നമ്മുടെ ബാക്കിയുള്ള ഒരു മേഖലകളിലും പരാജയപ്പെടേണ്ടവരല്ല. കാരണം പരാജയത്തിൻ്റെ ഒരു വാക്ക് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ദൈവമക്കൾക്കില്ല. എല്ലായിടത്തും ക്രിസ്തു ജയിച്ചത് കൊണ്ട് നാം ജയാളികളായി തീർന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് തിരുവചനത്തിലേക്ക് വേഗത്തിൽ കടന്നു വരാം. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പഴയ നിയമത്തിൽ യോശുവ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. മോശയ്ക്ക് കൈ കഴുകുവാൻ അല്ലെങ്കിൽ മോശയുടെ സെർവൻ്റായി ആയിരുന്ന യോശുവയുടെ ജീവിതത്തിൽ മോശയുമായി വലിയൊരു ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഓരോ തനിക്ക് കിട്ടിയ ആ ശുശ്രൂഷകളുടെ നടുവിൽ വിശ്വസ്തനായി നിന്നപ്പോൾ ഓരോ സ്ഥാനക്കയറ്റങ്ങൾ കൊടുക്കുകയാണ്. ആദ്യം തൻ്റെ ശുശ്രൂഷകനായി കടന്നു വന്നു, പിന്നീട് യുദ്ധത്തിന് വേണ്ടി അദ്ദേഹത്തെ അയക്കുന്നു, പിന്നീട് കനാൻ ദേശം ഉറ്റുനോക്കാൻ അദ്ദേഹത്തെ അയക്കുന്നു, പിന്നീട് അദ്ദേഹം ഇസ്രായേലിനെ ഭരിക്കുന്ന ഒരു ലീഡറായി തീരാൻ തുടങ്ങി. ഞാനിതിൽ നിന്നൊരു വാക്ക് നിങ്ങളോട് പറയട്ടെ. ജീവിതത്തിൽ എവിടെയെങ്കിലും വിശ്വസ്തതയുണ്ടോ? വിശ്വസ്തന്മാരെ ദൈവത്തിന് ഇന്ന് ആവശ്യമുണ്ട്. നമ്മൾ വസിക്കുന്ന ആത്മീയ ലോകത്തിൽ, നമ്മൾ നിൽക്കുന്ന ആത്മീയ ലോകത്ത് ഇല്ലാത്ത ഒന്നാണ് വിശ്വസ്തത. വിശുദ്ധ വേദപുസ്തകം തന്നെ പറയുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുകയാണ്. ഒരു വിശ്വസ്തന്റെ കയ്യിൽ മാത്രമേ ദൈവത്തിന് വിശ്വസ്തമേറിയത് ഫലമേൽപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതിന് ഏറ്റവും നല്ല ഉദാഹരണം യോശുവയാണ്. യോശുവ ഭക്തൻ മോശയ്ക്ക് കൈ കഴുകാൻ വെള്ളം ഒഴിച്ചു കൊടുത്തവൻ, എന്ന് വെച്ചാൽ സെർവൻ്റായി ജോലി ചെയ്തവൻ. നിങ്ങൾ മനസ്സിലാക്കണം, മോശയുടെ കൂടെ ഒരു സെർവൻ്റായി നിൽപ്പാൻ പ്രാപ്തിയുള്ളവൻ ഒരുപക്ഷെ ഇസ്രായേൽ മറ്റൊരുത്തൻ കാണില്ല. കാരണം മോശ ഒരു പ്രത്യേകമായിട്ടുള്ള സ്വഭാവക്കാരനാണ്. ദൈവമായിട്ട് വലിയ ബന്ധമുണ്ട്, പക്ഷേ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എൻ്റെ ചിന്തയിൽ ഞാൻ പറയുന്നത് 25 ലക്ഷം പേരുടെയും പുറപുറുപ്പും 25 ലക്ഷം പേരുടെയും ശകാരവും 25 ലക്ഷം പേരുടെ ദൈവത്തിലുള്ള അകൽച്ച, ഇതെല്ലാം കണ്ട് മനസ്സ് മുരടിച്ച് മനസ്സ് തളർന്നു വരുന്ന മോശ യോശുവയുടെ അടുക്കൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്കറിയാം. പക്ഷേ ഈ പ്രതിസന്ധിയുടെ നടുവിലും യോശുവ പിടിച്ചു നിന്നപ്പോഴാണ് അടുത്ത് അവൻ്റെ ശുശ്രൂഷയുടെ തലമാറനിടയായി. പ്രിയ ദൈവദാസിമാരോട് ഞാൻ പറയട്ടെ, ദൈവം നിങ്ങൾക്ക് തന്ന ശുശ്രൂഷയിൽ ആരെയും നോക്കാതെ, വ്യക്തികളെ നോക്കാതെ,
ജീവിതത്തിന്റെ പരാജയങ്ങളോ താഴ്ചകളോ ഉയർച്ചകളോ നോക്കാതെ ദൈവം തന്നത് ദൈവമാണ് തന്നത് പറഞ്ഞ് വിശ്വസ്തയോടുകൂടെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഈ തലമുറയിൽ അടുത്തൊരു ദൈവിക നിയോഗം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലും പകരാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവിടെ നിർത്തിക്കോട്ടെ. ഈ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം: നിന്റെ ജീവിതകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. യോശുവയോട് ദൈവം പറഞ്ഞതാണ്. 2, ഞാൻ മോശയുടെ കൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടി ഇരിക്കും. ഇനി 3-ാമത്തെ കാര്യം, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അടുത്ത് 6-ാം വാക്യം, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി ഭാഗിക്കുക. കണ്ടോ, ദൈവം ഇത്രമാത്രം പ്രോമിസ് പറയും, ഇത്രമാത്രം ശക്തമായി ദൈവം ആലോചന പറയുകയാണ്. നിന്റെ ജീവിതത്തിന്റെ ഒരു സമയത്ത് പോലും ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കയില്ല. നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. മോശയുടെ കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ പ്രോമിസാണ്. പക്ഷേ പ്രശ്നമുഹിരിതമായ കലങ്ങിമറിയുന്ന യോർദാന്റെ മുമ്പിൽ പുള്ളി പരാജയപ്പെട്ടില്ല. ശക്തന്മാരായ യെരിഹോ നിവാസികളുടെ മുമ്പിൽ പോലും താൻ പരാജയപ്പെട്ടില്ല. എന്നാൽ പരാജയപ്പെട്ടത് ഹായി എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണം. ആ പട്ടണത്തിനകത്ത് ഇസ്രായേൽ പരാജയപ്പെട്ടു. അവർ നാണം കെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ ഞാനൊരു വാക്ക് പറയട്ടെ. ദൈവം നമ്മെ വിളിച്ചിറക്കിയപ്പോൾ ഇതുപോലെ അനേക വാഗ്ദത്തങ്ങൾ തന്നില്ലേ? നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കയില്ല. എന്ന് വെച്ചാൽ നീ ഒന്നിനും തോറ്റു പോകുകയില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. ഞാൻ നിന്റെ കൂടെ ഇരിക്കും. മോശയുടെ കൂടെ ഇരുന്നത് പോലെ, നമ്മുടെ പിതാക്കന്മാരുടെ കൂടെ ഇരുന്നത് പോലെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കാമെന്ന് നമുക്ക് എത്ര പ്രാവശ്യം പ്രോമിസ് ചെയ്യുന്നു. പക്ഷേ ദൈവം പ്രോമിസ് തെറ്റിച്ചു. എന്താണ് റീസൺ, എന്താണ് കാര്യമെന്ന് നമ്മൾ ഇന്ന് ഹിതപരിശോധന ചെയ്യണം. ദൈവത്തിന്റെ കുറ്റമാണോ, ദൈവത്തിന്റെ തെറ്റാണോ, ദൈവം പറഞ്ഞിട്ട് നമ്മളെ ചതിച്ചതാണോ? അല്ലല്ല, ഇതിനെന്തോ ഒരു കാര്യമുണ്ട്. നമ്മൾ ആ വിഷയമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. വിശുദ്ധന്മാരുടെ ഇടയിൽ എന്തുകൊണ്ട് പരാജയം സംഭവിക്കുന്നു? പരാജയത്തിന്റെ ഒരു റാലി തന്നെയാണ് ഇന്ന് ആത്മീയ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്ത് ദൈവിക പ്രമാണത്തിൽ നിൽക്കുന്ന ഒരു കുടുംബവും ഒരു വ്യക്തി പോലും നശിച്ചിട്ടില്ല. അവിടെ തലമുറകൾ തകർന്നിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രമില്ല വേദപുസ്തകത്തിനകത്ത്. വേദപുസ്തകം നീതിമാന്റെ സന്തതി അപ്പവിരക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവനോ ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പ്രമാണങ്ങളെല്ലാം നമുക്കുള്ള പ്രമാണങ്ങളാണ്. പക്ഷേ നമ്മൾ പലതിലും പരാജയപ്പെടുന്നു. കാര്യം എന്തെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ സമയമെടുക്കുന്നില്ല. നോക്കുക, യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുക. അങ്ങനെ ജനത്തിൽ ഏകദേശം 3000 പേർ അവിടേക്ക് പോയി. അവിടെ ചെറിയ പട്ടണക്കാരായതുകൊണ്ട് 3000 പേരെ അവിടെ യോശുവ അയച്ചു. എന്നാൽ അവർ ഹായി പട്ടണക്കാരുടെ മുമ്പിൽ തോറ്റോടി. തോറ്റെന്ന് മാത്രമല്ല, ഓടേണ്ട ഗതികേട് വന്നു. ഇനി അടുത്ത് ദൈവം എന്താ പറഞ്ഞത്? നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കയില്ല. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞു. പക്ഷേ 7-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, ഹായി പട്ടണക്കാരുടെ മുമ്പിൽ നിന്ന് തോറ്റു ഓടേണ്ട ഗതി ആർക്ക് വന്നു? ഇസ്രായേലിന് വന്നു. ഇനി അടുത്ത വാക്യം 5. ഹായി പട്ടണക്കാർ അവരിൽ 36ഓളം പേരെ കൊന്നു.
36ഓളം പേരെ കൊന്നു കളഞ്ഞു. ആരെ? ഇസ്രായേലിലെ ജനത്തെ 36 കൊന്നു കളഞ്ഞു. ഇനി അവരെ പട്ടണവാതിക്കൽ വരെ തുടങ്ങി ഷേബാരിയും വരെയും പിന്തുടർന്നു. മലഞ്ചരിവിൽ വെച്ച് അവരെ തോൽപ്പിച്ചു. അതുകൊണ്ട് ജനത്തിന്റെ ഹൃദയം ഉരുകി വെള്ളം പോലെ ആയി തീർന്നു. സ്തോത്രം. കർത്താവ് എന്താ പറഞ്ഞത്? ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. മോശയുടെ കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഇവിടെ ജനത്തിന്റെ ഹൃദയം വെള്ളം പോലെ ഉരുകി തുടങ്ങി. ഇനി നോക്കണം അടുത്ത്. ഇത് കേട്ടപ്പോൾ, ഇത് കണ്ടപ്പോൾ യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണ് കിടന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 36ഓളം പേര് മരിച്ചുപോയി. സാധാരണ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടു വന്നു. ഇനി പിന്നീട് യുദ്ധത്തിന് പോകാമെന്നല്ല യോശുവ ചിന്തിച്ചു, എന്നോട് ദൈവം അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരുത്തരം നിൽക്കയില്ലെന്നല്ലയോ പറഞ്ഞത്. ഇതിനെന്തോ ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. യോശുവ നല്ലൊരു ഭക്തനായൊരു മനുഷ്യനാണ്. ആ ഭക്തനായ മനുഷ്യൻ തന്റെ തോൽവിയുടെ മുമ്പിൽ, തന്റെ ജനത്തിന്റെ തോൽവിയുടെ മുമ്പിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ അല്ല, ഇതിനെന്തോ ഒരു റീസൺ ഉണ്ട്, എന്തോ ഇതൊരു കാര്യമുണ്ട്, നീ തോൽക്കാനുള്ള കാര്യമുണ്ട്. എന്റെ ദൈവജനത്തോട് പറയുന്നു, എന്റെ ദൈവദാസന്മാരോട് പറയുന്നു, എന്റെ പ്രിയ മാതാവേ, കുഞ്ഞെ, ദൈവാത്മാവ് നമ്മളോട് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ പരാജയം വന്നിട്ടുണ്ടെങ്കിൽ പരാജയത്തിന് എന്തോ ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പരാജയത്തിന് എവിടെയോ ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിലെ വെള്ളത്തിനകത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, കിണറ്റിലെ വെള്ളം, അത് ഒരു ദിവസം കോരിയപ്പോൾ ഒരു വല്ലാത്ത ദുർഗന്ധം. അതിനൊരു കാര്യമുണ്ട്. ഒന്നുകിൽ വേസ്റ്റായി എന്തോ അകത്ത് വീണു, ഇല്ലെങ്കിൽ അതിനകത്ത് എന്തോ സംഭവിച്ചു. അതിനെന്താണ് വേണ്ടത്? ആ വെള്ളം, ജലാശയത്തിലെ വെള്ളം മുഴുവൻ കോരിക്കളഞ്ഞ് വൃത്തിയാക്കിയാൽ മാത്രമേ വീണ്ടും ശുദ്ധമായ വെള്ളം ലഭിക്കുകയുള്ളൂ. ഇതുപോലെയാണ് യോശുവ ഭക്തന് മനസ്സിലായി, ഇതൊരു സാധാരണ തോൽവിയല്ല. എന്നോട് ദൈവം ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനപ്പുറമായി ചെയ്യാൻ എന്തോ ഒരു കാര്യമുണ്ട്. ഇത് ദൈവത്തിന്റെ തെറ്റല്ല, ഇത് പ്രവചനത്തിന്റെ തെറ്റല്ല, ഇത് ദൂത് പറഞ്ഞ വ്യക്തിയുടെ തെറ്റല്ല, ഇത് ഞങ്ങളുടെ ഇടയിൽ എന്തോ തെറ്റുണ്ട്. അതിനുവേണ്ടി യോശുവയും പുരോഹിതന്മാരും രാവിലെ മുതൽ വൈകിട്ട് വരെ, സന്ധ്യ വരെ ഹല്ലേലൂയ പെട്ടകത്തിന്റെ മുമ്പിൽ കമിഴ്ന്ന് വീട് കിടന്ന് കരയുകയാണ്. കമിഴ്ന്ന് വീട് കിടന്ന് കരയുകയാണ്. എന്തിനാ കരയണത്? ഭയങ്കര കരച്ചിൽ, ഭയങ്കരമായ നിലവിളി. 36 പേര് പോയി, മരിച്ചുപോയി. ജനത്തിനതൊരു പ്രശ്നമല്ല, ജനത്തിന് തോൽവി എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല. ജനത്തിനത് ചിന്തിക്കണ്ട. ഞാൻ എന്റെ ചിന്തയിൽ പറയുകയാണ്, പാസ്റ്റർ യോശുവേ, കുഴപ്പമില്ല, അടുത്ത യുദ്ധത്തിൽ കുറച്ചുപേരെ കൂടെ കൂട്ടിവിടാം. നമ്മൾ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത്? ചോദിക്കാൻ പലരും കണ്ടെന്ന് വരാം. പക്ഷേ യോശുവയ്ക്ക് അറിയേണ്ടത്, ഈ തോൽവിയുടെ പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട്. അത് കണ്ടുപിടിക്കാനാണ് താൻ കിടന്നത്. ദൈവദാസന്മാര്, ദൈവദാസിയെ, കുഞ്ഞെ, ജീവിതത്തിന്റെ പരാജയം എന്തെന്ന് കണ്ടുവരുവാൻ ദൈവപാദമെടുത്തിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിൽ കൂടെ ആരോടൊക്കെയോ ആലോചന പറയുകയാണ്. ഒരുപക്ഷെ ജീവിതത്തിനകത്ത് തോറ്റുപോയി, കുഴപ്പമില്ല, കുറച്ച് പൈസ മുടക്കാം, ഇല്ലെങ്കിൽ കുറച്ച് സ്വാധീനം ചെലുത്താം. ചില രാഷ്ട്രീയക്കാരെ കാണാം, ജയിക്കാമെന്ന് പറഞ്ഞ് ഓടരുത്. സ്തോത്രം. 2 ഉപദേശിമാരുടെ അടുക്കൽ ചെന്ന് ദൂത് കേൾക്കാമെന്ന് പറഞ്ഞ് ഓടരുത്. ദൈവസനി ഒന്ന് നെടുമ്പാട വീണിട്ട്, കർത്താവേ, ഈ തോൽവിക്ക് കാരണം എന്താണ്? എന്റെ ജീവിതത്തിലെ കുറവാണോ? എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ കുറവാണോ? എന്റെ സഭയുടെ കുറവാണോ? എന്തെന്ന് ഹിതപരിശോധന ചെയ്യാൻ ഒരല്പസമയം മുടങ്കാൽ മടക്കാൻ പരിശുദ്ധാത്മാവ് ആലോചന വിളിച്ചു പറയുകയാണ്. ഇത് നിങ്ങൾ കണ്ടെത്താതെ അടുത്തൊരു തലത്തിലേക്ക് ഇറങ്ങരുത്. അടുത്ത് നിങ്ങളൊരു പരാജയത്തിലായിരിക്കും പോകുന്നതെന്ന് തിരുവചനത്തിൽ കൂടി ആത്മാവ് ഇന്ന് ഈ സമയത്ത് ആരോടോ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ആകയാൽ എവിടെയാണ് ജീവിതത്തിൽ വീണതെന്ന് ഓർത്ത് ഒന്ന് മടങ്ങി വരുവാൻ, സമയമെടുക്കുവാൻ ആത്മാവ് ഇന്ന് ആലോചന പറയുകയാണ്. അടുത്ത വാക്യം നിങ്ങൾ വായിക്കണം.
സാഷ്ടാംഗം വീട് കിടന്നു. 7-ാം വാക്യം, അയ്യോ കർത്താവായ യഹോവേ, ഞങ്ങളെ നശിപ്പാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് ഏൽപ്പിക്കേണ്ടതിന് നീ ഈ ജനത്തെ യോർദാനക്കരെ കൊണ്ടുവന്നത് എന്ത്? ഇനി അടുത്ത്, ഞങ്ങൾ യോർദാനക്കരെ പാർത്തിരുന്നുവെങ്കിൽ മതിയായിരുന്നു. പുറവെറുപ്പ് ആർക്ക്? യോശുവ ദൈവത്തോട് പറയുകയാണ്, ഞങ്ങൾ അവിടെ നിന്നാ മതിയായിരുന്നല്ലോ, നീ എന്തിനാ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? അടുത്ത്, യഹോവേ, ഇസ്രായേൽ ശത്രുക്കൾക്ക് പുറം കാട്ടിയ ശേഷം ഞാൻ എന്തോ പറയേണ്ടു? യഹോവേ, ഇസ്രായേൽ ശത്രുക്കൾക്ക് പുറം കാട്ടിയ ശേഷം ഞാൻ എന്തോ പറയേണ്ടു? കണ്ടോ, കനാന്യരും ദേശനിവാസികളും ഒക്കെയും കേട്ടിട്ട് ഞങ്ങളെ ചുറ്റി വളഞ്ഞ് ഭൂമിയിൽ നിന്ന് ഞങ്ങളെ പേർ മായ്ച്ചു കളയുമല്ലോ. കണ്ടോ, ഇതാണ് യോശുവയുടെ വേദന. ഞങ്ങളെ ഭൂമിയിൽ നിന്നും മായ്ച്ചു കളയുമല്ലോ. ഇത് കനാന്യർ കേട്ടാൽ ആകപ്പാടെ പ്രശ്നമാകുമല്ലോ. കണ്ടോ, ഒരു തോൽവി വന്നു കഴിഞ്ഞാൽ അന്ധകാരത്തിന്റെ സകല ശക്തികൾ നമ്മളോട് വേട്ടയാടും. നിങ്ങൾ ഞാനും മറക്കരുത്, ആത്മീയ ലോകത്ത്, ആത്മീയ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ ദൂരെയുള്ള ശത്രുക്കൾ നമുക്ക് നേരെ എഴുന്നേറ്റ് വന്നു കഴിയുവാനിടയാകും. നമ്മളെ ഭൂമിയിൽ നിന്നും അവർ തകർത്ത് കളയുവാനിടയാകും. അതിനുള്ള പദ്ധതി പിശാച് നമുക്കെതിരെ വെക്കും. ആകയാൽ വീണ സ്ഥലം നോക്കിയത് എവിടെയാണോ ഞാൻ വീണത് എന്ന് ഓർത്ത് ദൈവസന്നിധി അനുദപിച്ച് കരഞ്ഞ് നിലവിളിച്ച് മടങ്ങി വന്നാൽ ഒരു വിടുതലുണ്ടെന്ന് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അടുത്ത വാക്യം, അതിന്റെ 10-ാം വാക്യം ഞാൻ വായിക്കുന്നു. യഹോവ യോശുവയോട് അരുളി ചെയ്തത്, എഴുന്നേൽക്ക്, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്ത്? അവൻ രാവിലെ മുതൽ വൈകിട്ട് വരെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നീ ഞങ്ങളെ യോർദാനിൽ ഇവിടുന്ന് കൊണ്ടുവന്ന എന്തിന്? ഇതിനു വേണ്ടിയാണോ? ഇതെല്ലാം കനാന്യർ കേട്ടോ ഞങ്ങളെ ഭൂമിയിൽ നിന്ന് മായ്ക്ക, ഇത് മതിയല്ലോ എന്ന് പറഞ്ഞ് ദൈവസന്നിധി അവൻ കിടന്ന് സാഷ്ടാംഗം വീണ് കരയുകയാണ്. കരഞ്ഞപ്പോൾ വൈകിട്ടായപ്പോൾ ദൈവം പറഞ്ഞു, നീ എഴുന്നേൽക്ക്, നീ എന്തിനെ വിളിക്കുന്നത്? എന്തിനു നീ കരയുന്നത്? എഴുന്നേൽക്ക്, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു. അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കടുത്ത് വെച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. നിനക്ക് മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് യോശുവ സാഷ്ടാംഗം വീണ് പെട്ടകത്തിന്റെ മുമ്പിൽ വീണ് കിടക്കുന്നത്. പഴയ നിയമത്തിലെ പെട്ടകം പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ നിഴലാണ്. സാഷ്ടാംഗം വീഴുക എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് കരയുക. എന്താണ് കർത്താവേ എന്റെ ജീവിതത്തിലെ ഈ പരാജയത്തിന് കാരണം, ഈ വലിയ ബാധ്യതയ്ക്ക് കാരണം എന്താണ്? എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഇങ്ങനെ തകരാനുള്ള കാര്യം എന്താണ്? എന്റെ ആത്മീയ ജീവിതം സൂക്ഷിക്കാനുള്ള കാര്യം എന്താണ്? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, യോശുവയ്ക്കും മനസ്സിലായി, എന്നോട് ദൈവം പറഞ്ഞ കാര്യമല്ല ഇപ്പോഴും നടക്കുന്നത്. ഇതിനകത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാവേ, സഹോദരി, സഹോദര, ദൈവദാസനെ, ദൈവം പറഞ്ഞ കാര്യമാണോ നിങ്ങളുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ദൈവം പറഞ്ഞ കാര്യമാണോ നിങ്ങളുടെ ഭാവിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എല്ലാം മാറി മറിഞ്ഞല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. വമ്പിച്ച കടബാധ്യതകൾ, വമ്പിച്ച മാനസിക തകർച്ചകൾ, വമ്പിച്ച ദൈവഹിതമില്ലാത്ത ഫലവിധമായ ശോധനകൾ ഭവനത്തിന് നേരെ ഒന്നായി വരുന്നു. പരാജയത്തിന്റെ തുടർക്കഥകളായി നിങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും നിങ്ങൾ ദൈവ സന്നിധിയിൽ ചെന്നിരുന്ന് കരയാനുള്ളൊരു മനസ്സ്, ഇതിന് കാര്യമെന്തെന്ന് എന്താണ് കർത്താവേ, ഇത് കാര്യമെന്ന് ചോദിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്നാൽ ഈ യോശുവ ഭക്തൻ തന്റെ പരാജയം, തന്റെ 36 കാലാളുകൾ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഇതിനൊരു പരാജയ കാര്യമുണ്ട്. എന്റെ ദൈവമാണ് പറഞ്ഞയച്ചത്. ദൈവം പറഞ്ഞു വിട്ടിട്ട് ദൈവം എന്തിനെന്നെ തോൽപ്പിച്ചു? സ്തോത്രം. രക്ഷയുടെ അനുഭവത്തിൽ ദൈവമായി നമ്മളെ കൊണ്ടുവന്നത്, സ്നാനത്തിലേക്ക് ഇറക്കിയ ദൈവമാണ്, പരിശുദ്ധാത്മ തന്ന ദൈവമാണ്, ഒരു കൂട്ടായ്മ നമ്മളെ കൊണ്ടുവന്ന ദൈവമാണ്, ഈ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ദൈവമാണ്, ശുശ്രൂഷ തന്ന ദൈവമാണ്. എന്നാൽ ഇന്ന് ഒന്നിനു പുറകെ ഒന്നായ പരാജയം
ഭവനതലത്തിനകത്ത് വ്യക്തിപരമായി സഭയ്ക്കകത്ത് നടക്കുന്നു. എന്താണ് കാര്യമെന്ന് ചോദിക്കാതെ വീണ്ടും യുദ്ധത്തിനിറങ്ങുന്ന ദൈവ പൈതങ്ങളോട് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, തിരിഞ്ഞ് ദൈവത്തിന് വീട് കൊടുക്കുക. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവാത്മാവ് ആരോ ഇന്ന് സംസാരിക്കുകയാണ്, ആത്മാവ് ആരോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് വീട് കൊടുക്കുക. അടുത്ത യുദ്ധത്തിൽ ദൈവം നിങ്ങൾക്ക് ഒരു വിജയം തരുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമേ, നിങ്ങളുടെ ഇടയിൽ ഒരു ശാപമുണ്ട്. നിങ്ങളുടെ ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റാത്ത കാലം ഞാൻ നിങ്ങളുടെ ഇടയിൽ വരില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ എവിടെ പോയാലും ഈ ബലഹീനത മാറ്റാതെ, ആ ശാപം പിടിച്ചവനെ എടുത്ത് കളയാത്ത കാലം നിങ്ങൾ എവിടെ പോയാലും ഞാൻ ഉണ്ടാകില്ല. നിങ്ങൾ യുദ്ധം ചെയ്തോളൂ. ഇന്ന് അനേക സഭകളിലും അനേക വ്യക്തികളിലും അനേക ശുശ്രൂഷകന്മാരുടെ ഇടയിലും ദൈവം ഇല്ലാതെ അവർ യുദ്ധം ചെയ്യുന്നു, പരാജയപ്പെടുന്നു. അനേക ഭവനങ്ങളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ദൈവം ഇല്ല. അവർക്ക് തോന്നും ദൈവം ഉണ്ടെന്ന്. ഇസ്രായേൽ ദൈവമുള്ള ഒരു ഗ്രൂപ്പാണ്. അത് നാട്ടുകാർ പറയുന്നു, വീട്ടുകാർ പറയുന്നു, സ്വന്തക്കാർ പറയുന്നു. പക്ഷെ ദൈവം പറയുന്നു, നിന്റെ ശാപം, നിങ്ങളുടെ ഇടയിലുള്ള ഒരു ശാപമുണ്ട്. ആ ശാപം മാറ്റാത്ത കാലം ഞാൻ നിങ്ങളുടെ കൂടെ നടക്കില്ല. കേട്ടോ, ദൈവം എന്താണ് പറയുന്നത്? ആ ശാപം മാറ്റണം. നിങ്ങൾ ആ 12-ാം വാക്യം നിങ്ങൾ വായിക്കുക. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നത് കൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കയില്ല. അടുത്ത വാക്യം, നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറയുക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. ഇസ്രായേലെ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ആ ശാപം നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല. എൻ്റെ ദൈവദാസന്മാരെ, എൻ്റെ ദൈവദാസന്മാരെ, കുഞ്ഞെ, ജീവിതത്തിന്റെ പരാജയം അവരുടെയും ഇവരുടെയും കാര്യങ്ങൾ പറഞ്ഞു. ആ ദൈവദാസൻ പ്രാർത്ഥിക്കുന്നില്ല, ആ ദൈവദാസൻ ഞങ്ങൾക്ക് മധ്യസ്ഥ ചെയ്യുന്നില്ല എന്നല്ല പറയേണ്ടത്. നമ്മൾ ഇന്ന് പറയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവമേ, എന്തോ ഒരു ശാപം എൻ്റെ മേലുണ്ട്, എന്തോ ഒരു പാപം എൻ്റെ ജീവിതത്തിൽ വന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം പരാജയപ്പെടുന്നത്. കണ്ടോ, ഇവിടെ എന്ത് വ്യക്തമായി പരിശുദ്ധാത്മ പറയുന്നു. അടുത്ത് നമുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ 19-ാം വാക്യം വായിക്കാം. അവിടെ വായിക്കുന്നത്, യോശുവ ആഖാനോട്, മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറക, നീ ചെയ്തത് എന്ന് പറക, എന്നോട് മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. ആഖാൻ യോശുവയോട്, ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ചു, ഇന്നിന്നത് ചെയ്തിരിക്കുന്നു സത്യം. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോണിന് മേലങ്കി 200 ഷേക്കൽ വെള്ളിയും 50 ഷേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ട് മോഹിച്ച് എടുത്ത് അവ എൻ്റെ കൂടാരത്തിന്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. വെള്ളി അടിയിലാകുന്നു എന്നുത്തരം പറഞ്ഞു. മനസ്സിലായോ? ഇവിടെ ഇത് ആഖാൻ ഏത് ഗോത്രത്തിലാണെന്ന് പറയുന്നു. 17-ാം വാക്യം, അവൻ യഹൂദ ഗോത്രത്തിലെ കുലം കുലമായി വരുത്തി. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതിക്കുന്നവൻ. സ്തുതിക്കുന്നവന്റെ കുടുംബത്തിനകത്താണ് ഇത് സംഭവിച്ചത്. അവിടെ യഹൂദ സ്തുതിക്കുന്നവനാണ്. അതല്ലേ ഹാമാന്റെ ഭാര്യ പറഞ്ഞു, എടാ, അവനൊരു യഹൂദനാണെങ്കിൽ അവന്റെ മുന്നിൽ തോറ്റിരിക്കുന്നു. യഹൂദനാണോ, സ്തുതിക്കുന്നവനാണോ? അന്നും ഇന്നും ശത്രുവിന് പോലും അറിയാം അവനെ ജയിക്കൂ. പക്ഷെ ഇവിടെ നോക്കണം, ഈ യഹൂദ ഗോത്രത്തിൽ ആഖാൻ എന്ന് പറയുന്നവൻ, അവൻ എന്ത് ചെയ്തു? ചിലത് കണ്ട് മോഹിച്ചു. ബാബിലോണിയ അങ്കി, സ്തോത്രം, പൊൻകട്ടി, വെള്ളി, ഇതെല്ലാം എടുത്തുകൊണ്ട് എവിടെ പോയിരിക്കുന്നു? കൂടാരത്തിന്റെ നടുവിൽ കുഴിച്ചിട്ടിരിക്കുന്നു. ഇതാണ് ഈ യുദ്ധത്തിന് പരാജയം. എന്നെ കേൾക്കുന്ന ദൈവദാസിയെ, ദൈവദാസനെ, ഈ കൂടാരമെന്ന പുതിയ നിയമത്തിൽ പൗലൂസ് പറയുന്നു,
നിങ്ങളുടെ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ, എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ദൈവത്തിന്റെ കൂടാരമാണ്. ഈ കൂടാരത്തിന്റെ നടുവെന്ന് പറയും നമ്മുടെ ഹൃദയമാണ്. ഹൃദയത്തിനകത്ത് കുഴിച്ചിട്ടിരിക്കുന്ന മോഹങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബാബിലോണിയ അങ്കി, പൊൻകട്ടി, വെള്ളി തുടങ്ങിയവ ഹൃദയത്തിനകത്ത് കുഴിച്ചിട്ടിട്ടാണ് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയിൽ വിജയം കാണത്തില്ല. എന്ന് വെച്ചാൽ ദൈവഹിതമില്ലാത്തത് മോഹം ഗർഭം ധരിച്ച് പാപം പ്രസവിക്കുന്നു. പാപം മുഴുത്ത് മരണം പൊറുന്നു. ജീവിതത്തിനകത്ത് ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും ഒരു ദൈവദാസനോ ദൈവദാസിയോ കുഞ്ഞുങ്ങളോ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിൽ വന്ന ശേഷം അവരുടെ ഹൃദയത്തിനകത്ത് മോഹിച്ച് എന്തെങ്കിലും അകത്ത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, ചെറിയ വിഷയമായാൽ പോലും അതിൽ പോലും പരാജയപ്പെടേണ്ട ഗതികേട് വരുമെന്ന് പരിശുദ്ധാത്മ ആലോചന പറയുകയാണ്. നോക്കുക, ആഖാനെയും ആഖാന്റെ കാള, ആഖാന്റെ ഭാര്യ, ആഖാന്റെ പുത്രിമാർ, സകലത് അവൻ മോഹിച്ചു കൊണ്ടുവന്ന ബാബിലോണിയ അങ്കി എല്ലാം എടുത്ത് ആഖോർ താഴ്വരയിൽ കൊണ്ടുവന്ന് അവനെ കല്ലെറിഞ്ഞ് ചുട്ടു കൊല്ലുവാനിടയായി. ഇന്ന് ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ അകത്ത് കിടക്കുന്ന പാപമാണ് നിങ്ങളുടെ ആരും കാണാതെ കുഴിച്ചിട്ടിരിക്കുന്ന, ഹൃദയത്തിനകത്ത് കുഴിച്ചിട്ടിരിക്കുന്ന. പള്ളിയിൽ പോകുന്നു, അന്യഭാഷ പറയുന്നു, കൈയടിക്കുന്നു, ഭയങ്കരമായ ആത്മീയമായ കാഴ്ചപ്പാട്, വെളിപ്പാട് എല്ലാം ഉണ്ട്. പക്ഷേ ഹൃദയത്തിനകത്ത് കുഴിച്ചിട്ടിരിക്കുന്ന സാധനം അന്യജാതിയായിരിക്കുന്ന യെരിഹോമിൻ്റെതാണെങ്കിൽ ദൈവാത്മാവ് പറയുന്നു അത് ശപഥാർപ്പിതമാണ്. ലോകത്തിന്റെ പലതും നീ കുഴിച്ചിട്ട് ഹൃദയത്തിനകത്ത് കൊണ്ടു നടക്കുന്നെങ്കിൽ, ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾ, രഹസ്യ പാപങ്ങൾ, രഹസ്യ മോഹങ്ങൾ, ദൈവഹിതമില്ലാത്ത വശീകരണ ശക്തികൾ ഹൃദയത്തിനകത്ത് കൊണ്ട് നടക്കുന്നെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു യുദ്ധം പരാജയത്തിന് കാരണം ഇത് തന്നെയാണ്. നിങ്ങളുടെ തലമുറകൾക്ക് ദോഷം ആണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ കുടുംബനാഥന് നിങ്ങൾ ദോഷം ചെയ്യുകയാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ ദോഷം ചെയ്യുകയാണ്. നിങ്ങളുടെ സഭയ്ക്ക് നിങ്ങൾ ദോഷം ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദൈവസന്നിധിയിൽ ഒരു പുതിയ തീരുമാനമെടുക്കുവാൻ ഇന്ന് നിങ്ങൾ തയ്യാറാകണം. ആ ഹൃദയത്തിലെ പാപത്തെ നിങ്ങൾ വലിച്ചു കളയണം. നിങ്ങൾ എത്ര വർഷം കൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഒരു വിഷയത്തിന് മറുപടി കിട്ടുന്നില്ല. എത്ര പ്രവാചകന്മാരെ വിളിച്ചു ദൂത് കേൾക്കുന്നു. പ്രവാചകന്മാർ വന്ന് വാനോളം പുകഴ്ത്തിയും താഴ്ത്തിയും പറഞ്ഞിട്ട് പോകുന്നു. നിങ്ങൾ കുറ്റവും പറയുന്നു, ആ പ്രവാചകന്മാരെ കുറിച്ച് നല്ലതും പറയുന്നു. നല്ല ദൂതുകൾ പറഞ്ഞ പ്രവാചകന്മാരെ മാസത്തിൽ ഒരിക്കൽ വിളിച്ച് വീണ്ടും മീറ്റിംഗ് നടത്തുന്നു. 3-7 ദിവസം ഉപവാസങ്ങൾ നടക്കുന്നു. എവിടെ വിടുതൽ? ഒന്ന് ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ വീണ്ടും വീട്ടിനകത്ത് പ്രശ്നമാണ്. ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ വീണ്ടും ഭവനത്തിനകത്ത് പ്രതികൂലമാണ്. ഒരു ദൂത് കേൾക്കുന്നു, അതിനപ്പുറമായിട്ടുള്ള പ്രയാസങ്ങൾ വീട്ടിനകത്ത് നടക്കുന്നു. കാര്യം എന്താണെന്ന് നിങ്ങൾ അല്പസമയം ഒരു പ്രവാചകന്റെ അടുക്കൽ പോകണ്ട, ഒരു ഉപദേശിയുടെ അടുക്കൽ പോകണ്ട, ഒരു ദൂതുകാരന്റെ അടുക്കൽ പോകണ്ട. ഒറ്റക്ക് ചെന്നിരുന്ന് ദൈവസൻ മുഴങ്കാൽ മടക്കി, ദൈവമേ എന്റെ പാപം എവിടെയാണ്, എന്റെ വീഴ്ച എവിടെയാണ്, എന്റെ തോൽവിക്ക് കാരണം എവിടെയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കാണിച്ചു തരും. കാണിച്ചു തന്നാൽ ആ സെക്കൻഡിൽ ആ കൂടാരത്തിന്റെ അകത്ത്, ഹൃദയത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ പൊൻകട്ടിയും ആ ബാബിലോണിയ വസ്തുവും എടുത്ത് കളയേണ്ടടുത്ത് കളഞ്ഞിട്ട് തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ അടുത്ത യുദ്ധം മുതൽ നിങ്ങൾക്ക് വലിയൊരു വിജയമായിരിക്കുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞ ദൂത് നിങ്ങളുടെ വീട്ടിൽ നടക്കണമോ? വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ നിങ്ങളുടെ തലയിൽ കരം വെച്ച് പറഞ്ഞ ദൂത് നിങ്ങളുടെ തലമുറയിൽ നടക്കണമോ? നിങ്ങളുടെ ഹൃദയത്തിനകത്ത്, നിങ്ങളുടെ വീട്ടിനകത്ത് ദൈവഹിതമില്ലാത്ത സകലതിനും പുറത്താക്കണം. ഒരു അഡ്ജസ്റ്റ്മെന്റ് ആത്മീയത വേണ്ട പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് യഹോവയായിരിക്കും പറഞ്ഞത്, അവരെന്നെ പുറം കൊണ്ട് ബഹുമാനിക്കുന്നു, ഹൃദയമോ വളരെ വിദൂരതയിലായിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന് വന്നെങ്കിലും അവരുടെ ഹൃദയത്തിലെ ആഗ്രഹമായിരിക്കുന്ന കാളക്കുട്ടി, ബാബിലോണിയ കാളക്കുട്ടി അവരുടെ ഈ ഇസ്രായേൽ മക്കളുടെ പാളയത്തിനകത്ത് ഉണ്ടായവർ എല്ലാവരും പൊന്നിട്ട് കൊടുത്തു. അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി. കാരണം എന്താ? ഇവർ ചെങ്കടൽ കടന്നിട്ടും സ്നാനപ്പെട്ടിട്ടും ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ട് മന്ന തിന്നിട്ടും ഇപ്പോഴും എന്താണ്, പണ്ടത്തെ കാളക്കുട്ടിയെ മറന്നിട്ടില്ല. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ പറയട്ടെ, ആ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ
വന്നിട്ട് പണ്ടത്തെ സ്വഭാവം, പണ്ടത്തെ രീതി, പണ്ടത്തെ ചടങ്ങ്, പണ്ടത്തെ ആർഭാടം, പണ്ടത്തെ ലോകമോഹം കളയാതെ ഇന്നും ഹൃദയത്തിനകത്ത് വെച്ചുകൊണ്ട് ജീവിതം പുലർത്തുന്നവർ പറയട്ടെ, ജീവിതത്തിൽ ജയം കാണുകയില്ല. നിങ്ങൾ ഒരു ദൈവമകനാണോ, ഒരു ദൈവമകളാണോ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണോ, പണ്ടത്തത് കളയുക. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. പഴയത് കളയുക, പഴയ സ്വഭാവങ്ങൾ കളയുക, പഴയ ചിന്തകൾ കളയുക, പഴയ വിചാര രീതി കളയുക, പഴയ മോഹങ്ങൾ കളയുക, പഴയ പാപങ്ങൾ കളയുക. ഹൃദയത്തിനകത്ത് കുത്തി നിറച്ചു വെച്ചിരിക്കുന്ന മോഹ വലയത്തെ കുത്തിപ്പൊട്ടിച്ചിട്ട് ഇന്നൊരു തീരുമാനമെടുക്കുവാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ആലോചന പറയുന്നു. പോകുന്നിടത്ത് വിജയം പ്രാപിക്കണമെങ്കിൽ, പോകുന്നിടത്ത് തലമുറ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, പോകുന്ന സ്ഥലത്ത് ദൈവപ്രവൃത്തി കാണണമെങ്കിൽ, ഇനിയെങ്കിലും ഇത്രയും നാൾ ജീവിതം തകർന്നത് എന്തെന്ന് കാണാൻ കഴിഞ്ഞില്ല. പല ഉപദേശിമാര് വന്ന് പറഞ്ഞു കാണും, ദാണ്ടെ അപ്പുറത്ത് ഉള്ളവർ ശുദ്ധനം ചെയ്തു കഴിഞ്ഞു, ഇപ്പുറത്തുള്ളവർ മന്ത്രവാദം ചെയ്തു കഴിഞ്ഞു, ദാണ്ടെ വരത്തുപോക്കിന്റെ കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അതൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, അതിന് ഞാൻ തിരസ്കരിക്കുന്നില്ല. പക്ഷേ അത് എന്ന് കേറണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പാവം ഉണ്ടായിരിക്കണം. കാന്തം എന്നെ ആകർഷിക്കണമെങ്കിൽ കാന്തത്തിന് ഇഷ്ടമുള്ള ഒരു സാധനം എന്നിൽ ഉണ്ടാകണം. ഈച്ച എന്റെ ദേഹത്ത് വല്ലാതെ വന്ന് അരിക്കുന്നെങ്കിൽ അവന്റെ അല്ലെങ്കിൽ ദുർഗന്ധമാകുന്ന അവൻ ഇഷ്ടപ്പെടുന്ന എന്തോ എന്റെ ശരീരത്തിലുണ്ട്. ഇതുപോലെ ഇതെല്ലാം വന്ന് കയറണമെങ്കിൽ ഒരു മന്ത്രവാദം ചെയ്യുമ്പോൾ ആ മന്ത്രവാദം ഒരു ദൈവമക്കളുടെ മേൽ വരണമെങ്കിൽ അവന്റെ സ്വാധീനത്തിലുള്ളത് എന്തോ എന്റെ ഹൃദയത്തിനകത്തുണ്ട്, എന്റെ ജഡത്തിലുണ്ട്. അത് ഉണ്ടെങ്കിൽ അത് ഇനി കയറി വരും, വരില്ലെന്നല്ല, വരും. പക്ഷേ ഇതൊന്നുമല്ല വിഷയം. അതവിടെ നിൽക്കട്ടെ, മന്ത്രവാദി ചെയ്യുന്ന മന്ത്രവാദം അവിടെ നിൽക്കട്ടെ, വരത്തുപോക്കുകൾ നിൽക്കട്ടെ, അതൊക്കെ വന്ന് പോവുകയും ചെയ്തോട്ടെ. പക്ഷേ ഒരൊറ്റ കാര്യമുണ്ട്, ജീവിതത്തിനകത്ത്, ഹൃദയത്തിനകത്ത് ദൈവഹിതമില്ലാത്തത് നിങ്ങൾ കുത്തി നിറച്ച് വെച്ചിട്ട് സ്തോത്രം പറഞ്ഞാലോ ഹല്ലേലൂയ പറഞ്ഞാലോ ദൈവം മൈൻഡ് ചെയ്യില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേ, ഈ ദൂത് ഏറ്റെടുത്താലും ഏറ്റെടുത്തില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് വ്യക്തമായി പറയുന്നു, ഇസ്രായേൽ തോൽക്കുവാനുള്ള കാര്യം ഒരു ആഹാൻ, സ്തുതിക്കുന്ന ആഹാൻ, സ്തോത്രം പറയുന്ന ആഹാൻ. അതാ ഞാൻ പറഞ്ഞത്, അന്യഭാഷക്കാരുടെ ഇടയിലാണ് ഹൃദയത്തിനകത്ത് പലത് കരുതി വെച്ചിട്ടുള്ളത്. പള്ളിക്കകത്ത് വരുമ്പോൾ എന്തൊരു ആത്മീയതയാണ്. പള്ളി വിട്ടിറങ്ങുമ്പോൾ നേരെ മൊബൈൽ എടുത്ത് വിളിക്കുകയാണ്, ഞാൻ ഇതെത്തി. എന്തിനാ? നിങ്ങൾ തിരിച്ചറിയണം, ഹൃദയത്തിനകത്തുള്ള പാപം, ദുർഗന്ധം. പാപമുള്ളിടത്ത് ദൈവം നിൽക്കില്ല. പാപമുള്ളവന്റെ കൂടെ ദൈവം യുദ്ധത്തിന് വരത്തില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണോ? ഹൃദയം ശുദ്ധമാക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. ഞാൻ നാളെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ഞാൻ നിങ്ങളുടെ അത്ഭുതം പ്രവർത്തിക്കും എന്ന് പറഞ്ഞ ദൈവം ഇന്ന് ഈ സന്ദേശത്തിൽ കൂടെ ചിലരുടെ ആഹ്വാനം ചെയ്യുന്നു. പാപം വിട്ട് ദൈവസന്നിധി വന്നിരുന്ന് കരയുക, എവിടെയാണ് ഞാൻ വീണുപോയത്. ഒരിക്കൽ എലീശ പ്രവാചകന്റെ ശിഷ്യൻ മരം വെട്ടാൻ പോയി. അവന്റെ കോടാലി, വായ്പ വാങ്ങിച്ച കോടാലി യോർദാനിൽ വീണു. അവൻ കിടന്ന് ഭയങ്കര കരച്ചില്ല, നിലവിളിയ, അയ്യോ ഞാൻ വായ്പ വാങ്ങിച്ചതാണ് യജമാനെ, ഞാൻ നീ എന്ത് ചെയ്യും? അവൻ ചെയ്തു, അത് എവിടെ വീണത്? വീണ സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ അത് പൊങ്ങി വന്നു. ഇത് തന്നെയാണ്, ഞാൻ എവിടെയോ വീണ് പോയി. എന്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ എവിടെ വീണ് പോയി, എന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ എവിടെ വീണ് പോയി, എന്റെ ശുശ്രൂഷ മേഖല ഞാൻ എവിടെ വീണ് പോയി. വീണെടുത്ത് നിന്നിട്ട് ശുശ്രൂഷിക്കരുത്. ദൈവദാസന്മാർ പറഞ്ഞു, വീണ് കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് എല്ലാവരും കാണാൻ ശുശ്രൂഷിക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ശാപമാണ്, അത് പാപമാണ്. കുടുംബജീവിതത്തിൽ അതിനകത്ത് വീഴ്ച വന്നു, അവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പ്രവർത്തിക്കരുത്. ആ കുടുംബജീവിതത്തിൽ വന്ന വീഴ്ചയെ പരിഹരിക്കണം. അത് രഹസ്യ ജീവിതത്തിലെ പാപമായിരിക്കാം, ഒരുപക്ഷെ ഭർത്താവ് അറിയാത്ത രഹസ്യ ജീവിതമായിരിക്കാം, ഭാര്യ അറിയാത്ത രഹസ്യ ജീവിതമായിരിക്കാം. എവിടെയാണ് ഞാൻ വീണത്? എന്തുകൊണ്ട് സമാധാനം ലഭിക്കുന്നില്ല? പരിശുദ്ധാത്മാവ് ഒരുത്തന്റെ മേൽ വന്നാൽ ആദ്യം കിട്ടുന്ന സമാധാനമാണ്. വിശുദ്ധ വേദപുസ്തകം അങ്ങനെയല്ലേ പറയുന്നത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നതല്ല. ഈ അന്യഭാഷ പറഞ്ഞ് സ്പ്രിങ് തുള്ളുന്നത് പോലെ തുള്ളിയിട്ട് അടുത്ത സെക്കൻഡ് എനിക്ക് സമാധാനമല്ല, സമാധാനം എന്ന് വിളിക്കാനുള്ള കാര്യമെന്ത്? വീട്ടിൽ സമാധാനം വരാത്തതിന് കാര്യമെന്ത്? നമ്മുടെ സഭകളിൽ സമാധാനം ഇല്ലാത്തതിന് കാര്യമെന്ത്? നമ്മളൊന്നും അന്വേഷിക്കുന്നില്ല.
ദൈവം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് തന്നേച്ചു പോകും. ഈ പരിശുദ്ധാത്മാവിലല്ലേ നമ്മൾ ആരാധിക്കുന്നത്? ഈ പരിശുദ്ധാത്മാവ് ആരാധിക്കുന്ന നമുക്ക് പണം കിട്ടിയില്ലെങ്കിലും, ജോലി കിട്ടിയില്ലെങ്കിലും, വീടില്ലെങ്കിലും, നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായില്ലെങ്കിലും, ശുശ്രൂഷകന്മാരിൽ വലിയ പ്രശസ്തി വന്നില്ലെങ്കിലും സമാധാനം ഉണ്ടെന്നേ. ഇന്ന് അതില്ല. അതില്ലാത്തതിന് കാര്യം എന്താണ്? പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. എന്തിന്റെ അർത്ഥം? ഒരു സമയത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നപ്പോൾ സമാധാനം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനമില്ലാത്ത ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുത്തിയത്? നിങ്ങളുടെ വാക്കിലാണോ? നിങ്ങളുടെ പ്രവൃത്തിയിലാണോ? നിങ്ങളുടെ ലൈഫിലാണോ? നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണോ? നിങ്ങളുടെ ജോലി സ്ഥലത്താണോ? ബന്ധങ്ങളിലാണോ? എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ യോശുവ ഭക്തനെ പോലെ നെടുമ്പാട വീണൊന്ന് കരയുക. നമുക്കൊരു വിജയമുണ്ട്. തോൽക്കാൻ വേണ്ടി ജനിച്ചവരല്ല, രക്ഷിക്കപ്പെട്ടവരല്ല നമ്മൾ, ജയിക്കാൻ വേണ്ടി വരാം. ജയിച്ചവന്റെ മക്കളാണ് ഞാനും നിങ്ങളുമെങ്കിൽ ഈ ദിവസങ്ങളിൽ പരാജയം എവിടെയാണെന്ന് നോക്കിയിട്ട്, പരാജയത്തിന് കാര്യം കണ്ടുപിടിച്ചിട്ട് ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഒരു വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നല്ല ഡോക്ടറുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് മരുന്നെഴുതുകയല്ല, പുള്ളിയുടെ എന്തുകൊണ്ടാണ് ഈ രോഗം വരാനുള്ള കാര്യമെന്ന് കണ്ടെത്തി അതിനവിടെ ചികിത്സ കൊടുക്കുമ്പോഴാണ് നല്ല ഡോക്ടർ എന്നുള്ള പേര് കിട്ടുന്നത്. അതാണ് നല്ല ക്വാളിറ്റിയുള്ള ഡോക്ടർ. ഡോക്ടേഴ്സ് ഇഷ്ടം പോലെയുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങൾക്കൊരു ആഹ്വാനം ചെയ്യുകയാണ്. എവിടെയാണ് ഞാൻ വീണ് പോയത്? എൻ്റെ രഹസ്യ ജീവിതത്തിലാണോ? എൻ്റെ നോട്ടത്തിലാണോ? അതോ എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ കൂടെയാണോ ഞാൻ വീണ് കിടക്കുന്നത്? ഇല്ല, ഞാൻ ചെയ്യുന്ന ചാറ്റിംഗ് എന്നെ എൻ്റെ ആത്മീയ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. രഹസ്യ പാപങ്ങൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നുണ്ടോ? തിരിഞ്ഞു വരാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആരോടോ ആഹ്വാനം ചെയ്യുന്നു. ഒരുപക്ഷെ നാളെ എന്ന് പറഞ്ഞത് തിരസ്കരിക്കരുത്. നാളത്തെ യുദ്ധത്തിൽ നിങ്ങൾ 36 പേരിൽ ഒരാൾ നിങ്ങളായി തീരാം. ഹായ് പട്ടണത്തിൽ 36 പോയില്ലേ? നഷ്ടപ്പെട്ടു പോയി. അതിൽ ഒരാൾ നിങ്ങളാകാം നാളത്തെ യുദ്ധത്തിൽ. പിശാചിന്റെ വാൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതിന് മുമ്പ്, പിശാചിന്റെ ആയുധം നിങ്ങളുടെ മേൽ കയറുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൽ ഇന്ന് ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയുകയാണ്. എവിടെയാണോ വീണതെന്ന് ഓർത്ത് യോശുവ പോലെ ഒന്ന് നെടുമ്പാടെ വീഴുക. 8-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: അനന്തരം യഹോവ യോശുവയോട് അരുളി ചെയ്തത്, ഭയപ്പെടരുത്, വിഷാദിക്കുകയും അരുത്. കണ്ടോ, ഒരു ശാപത്തെ എടുത്തു മാറ്റിയപ്പോൾ ദൈവം അവന് വേണ്ടി എഴുന്നേൽക്കാൻ തുടങ്ങി. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ അന്ന് മുതൽ യുദ്ധത്തിന്റെ ഓരോ വിജയം യോശുവ കൈവരിക്കാൻ തുടങ്ങി. എവിടം വരെ? കനാൻ വരെ. കനാനിന്റെ ശക്തികളെ, 7 ശക്തികളെ, വൻ ശക്തികളെ നിസ്സാരം തകർത്തെറിയാൻ യോശുവയെ ഉപയോഗിച്ച ഒറ്റ കാര്യം, ഒരു ചെറിയ പരാജയത്തിന് മുമ്പിൽ പോട്ടമല്ല പറഞ്ഞത്, എന്താണ് ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് പരിശോധിച്ചതുപോലെ ജീവിതത്തിൽ ഒരു ചെറിയ പരാജയം വന്നാൽ കുഴപ്പമില്ല. അയ്യോ, അത് സ്വഭാവം കൊണ്ട് വന്നതാ. അയ്യോ, അത് പ്രാർത്ഥനയെ മാറുമെന്നല്ല. ഇത് വരാനുള്ള കാര്യമെന്ത്? ഈ കടബാധ്യത ഉണ്ടാകാനുള്ള കാര്യമെന്ത്? ഈ രോഗം വരാനുള്ള കാര്യമെന്താണ്? ചില രോഗങ്ങൾ പാപം കൊണ്ട് വരാറുണ്ട്. ചില രോഗങ്ങൾ പൈശാചിക ശക്തിയാൽ വരാറുണ്ട്. ചില രോഗങ്ങൾ പ്രകൃതിയാൽ വരുന്ന രോഗങ്ങളുണ്ട്. പ്രകൃതിയാൽ വരുന്ന രോഗങ്ങൾക്ക് ആശുപത്രിയിൽ പോകാം, അല്ലെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പൈശാചികപരമായി വരുന്ന രോഗങ്ങൾ അത് മരുന്ന് കൊടുത്താൽ നടക്കത്തില്ല. അത് ചെയ്യേണ്ട ചികിത്സയുണ്ട്. ആത്മീയ മണ്ഡലത്തിൽ ദൈവദാസന്മാരുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. ഇനി പാപത്താൽ ഉണ്ടാകുന്ന രോഗമുണ്ട്. അത് ദൈവദാസന്മാർ ഉപവസിച്ചത് കൊണ്ടോ പ്രവചനം പറഞ്ഞുകൊണ്ടോ മാറത്തില്ല. അത് ഞാൻ ഏറ്റു പറയണം. സ്തോത്രം. ഇതുപോലെ ജീവിതത്തിൽ വീണ് കിടക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഈ സന്ദേശം യാദർച്ഛികമായിട്ടായിരിക്കാം ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. അതെ, നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളോട് സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ആഴമേറി നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ വിട്ടുകളയരുത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. അടുത്ത 36 പേരിൽ നിങ്ങൾ ഒരാളായി തീരരുത്. നമ്മുടെ നാട് പോകുന്ന പോക്ക് നിങ്ങൾക്കറിയാം. എത്രയോ ക്രൂരമേറിയ രക്തച്ചൊരിച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 മാസത്തിനിടയിൽ 2000-ഓളം കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ കയ്യിൽ കത്തിയും എടുത്തുകൊണ്ട് രക്തക്കറ മാറാതെ 5 മാരണത്തിനെ ഒന്നിച്ചു കൊല്ലാനുള്ള മനധൈര്യം എവിടെ നിന്ന് കിട്ടി?
പൈശാചികൻ അതിശക്തിയോടെ വ്യാപരിക്കുമ്പോൾ നമ്മുടെ തലമുറകൾ അതിലൊരാളായിത്തീരരുത്. ഓരോരുത്തരും നമ്മൾ അതുപോലെ ആയിത്തീരരുത്. മലയാള മനോരമയിലും കേരള കൗമുദിയിലും മംഗളത്തിലും ദേശാഭിമാനിയിലും വാർത്താ മാധ്യമങ്ങളിലും നമ്മുടെ മക്കളുടെ ചിത്രം വരരുത്, നിങ്ങളുടെ ചിത്രം വരരുത്, സഭയുടെ ചിത്രം വരരുത്. ഇന്നലെ കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം പറഞ്ഞ നമ്മുടെ സഹോദരന്റെ ചിത്രം വരാതിരിപ്പാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. തോൽവി വന്നിട്ടുണ്ടെങ്കിൽ, വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പെട്ടകത്തിന്റെ മുമ്പിൽ, ക്രിസ്തുവിന്റെ മുമ്പിൽ വീണ് കൊടുക്കുക. പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ പരാജയത്തിന് കാരണം ദൂത് പറഞ്ഞവരല്ല, പ്രവചനമല്ല, തെറ്റല്ല, പറഞ്ഞ ദൈവദാസന്മാരുടെ കുറവല്ല, പറഞ്ഞ ദൈവത്തിന്റെ കളിപ്പീരല്ല, നമ്മുടെ പാപം. നമ്മുടെ പാപം. യോശുവയെ പോലെ ഒന്ന് വീഴാമോ? ദൈവദാസനെ വീഴാമോ? സഭ പണിയപ്പെടട്ടെ. ഈ തലമുറയിൽ ഉണർവ് നിങ്ങളിൽ വെളിപ്പെടട്ടെ. അത് നമ്മിലേക്ക് വെളിപ്പെടാം. ഉണർവ് ആരംഭിക്കുന്നത് കൈയടിയിലല്ല, കുറെ കീബോർഡ് പ്ലേ ചെയ്ത് അതിന്റെ ട്യൂണിൽ പാട്ടിൽ കൂടെ അല്ല. ഉണർവ് സംഭവിക്കുന്നത് തങ്ങളുടെ പാപം എവിടെയാണോ അവിടെ ഏറ്റുപറയപ്പെടുമ്പോഴാണ് ദൈവിക ഉണർവ് ആരംഭിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ കൂടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ജീവിതത്തിന് എവിടെയൊക്കെയോ താളപ്പിഴകൾ സംഭവിച്ച് ജീവിതത്തിനകത്ത് കയ്പിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര ഉപവസിച്ചിട്ടും, എത്ര ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിച്ചു ദൂത് പറഞ്ഞിട്ടും ഇന്നും മാറ്റം വരാതെ ജീവിതത്തിനകത്ത് തകർന്നും തളർന്നും ഇരിക്കുന്നു. കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്നവരുണ്ട്. രോഗത്തിന്റെ ഒന്ന് മാറി രോഗബന്ധനങ്ങളിൽ കഴിയുന്നവരുണ്ട്. ജീവിതത്തിനകത്ത് മുന്നേറ്റം വരാതെ ശുശ്രൂഷയിൽ ബന്ധിക്കപ്പെട്ടവരുണ്ട്. ജീവിതത്തിനകത്ത് കർത്താവേ ഒരു സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, കുടുംബത്തിനകത്ത് കലക്കത്തോടെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവേ, ഇതിന്റെ കാര്യം കണ്ടുപിടിക്കുവാൻ ഞങ്ങൾക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ സന്ദേശത്തിൽ കൂടെ യോശുവ നെടുമ്പാട വീണതുപോലെ ചില ദിവസങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, നീ ഇവരോട് സംസാരിച്ചതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, ഇവർക്ക് സമാധാനം കൊടുക്കണം. സ്വസ്ഥതയില്ലാത്ത ജീവിതം ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. എവിടെയൊക്കെ ജീവിതം താളപ്പിഴകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മരിച്ചാൽ വരെ മതി എന്ന് വരെ ജീവിതം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിനെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സമാധാനത്തിന്റെ ദൈവം ഇവരെ സമാധാനത്തോടുകൂടെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി ക്രൂശിലേക്ക് ഇവരെ ഞാൻ സമർപ്പിക്കുകയാണ്. ആത്മാവെ, ഇവരെ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശത്തിൽ കൂടെ ചിലരുടെ കൂടെ ദൈവസന്നിധിയിൽ യുദ്ധത്തിൽ വലിയൊരു ജയം നേടുവാൻ, അടുത്ത പ്രാർത്ഥനയിൽ മഹത്വം നേടുവാൻ, ദൈവങ്ങളുടെ കൂടെ ഇരിക്കുവാൻ ദൈവം അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം, സഹായിക്കണം. സർവമാനവും മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എന്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ഇതൊരു ചെറിയ സന്ദേശം. ജീവിതത്തിൽ എവിടെയെങ്കിലും കെട്ടപ്പെട്ടവരാണെങ്കിൽ സമയം കളയരുത്. വേഗത്തിൽ ചില ദിവസങ്ങൾ മുഴങ്കാൽ മടക്കുക, ഒറ്റയ്ക്കിരുന്ന് കരയുക, ഒറ്റയ്ക്കിരുന്ന് ആത്മതപനം ചെയ്യുക, ഒറ്റയ്ക്കിരുന്ന് മനസ്സാന്തരപ്പെടുക. പാപം ഓരോന്ന് ഏറ്റുപറഞ്ഞ് കളയാം. അടുത്ത യുദ്ധത്തിൽ, അടുത്ത പ്രാർത്ഥനയിൽ നിങ്ങളുടെ വാക്തത്വം പുറത്തു വരും. ദൈവം തരുമെന്ന് പറഞ്ഞാൽ തരും, നിശ്ചയമാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റുകൂട്ടിയെങ്കിൽ, അല്ല ജീവിതത്തിനകത്ത് ഈ ശരിയും തെറ്റും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയെങ്കിൽ, നിശ്ചയമായും ഇത് മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ചിലരും കൂടെ അത് പഠിക്കട്ടെ, ചിലരും കൂടെ അത് അനുഗ്രഹം പ്രാപിക്കട്ടെ, ചിലരുടെ തെറ്റും കൂടെ അവർ ക്ഷമിക്കട്ടെ. നിങ്ങളുടെ വാട്സപ്പ് ചാനലുകളിലൊക്കെയും നിങ്ങൾ അത് ചെയ്യുക. കർത്താവ് നിങ്ങളെ ഇടയാക്കട്ടെ. ഈ ശുശ്രൂഷ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ നിങ്ങളോടും എന്നോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇനി അടുത്തൊരു വീഡിയോ വരെ, അടുത്തൊരു വിഷയത്തോടു കൂടി ഞാൻ വരും. അതുവരെയും കർത്താവ് നമ്മളെ ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.